കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്കെതിരെ നഗരസഭയുടെ പരാതി. രോഗികളെ വലയ്ക്കുന്ന സമീപനമാണെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം KA നവാസ്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്കെതിരെ മൂവാറ്റുപുഴ നഗരസഭ അധികൃതർ DMOയ്ക്ക് പരാതി നൽകിയത് ആയിരക്കണക്കിന് രോഗികളെ വലിക്കുന്ന സമീപനമാണെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗവും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ KA നവാസ്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതികളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യ വിഭാഗം ഇന്റേണൽ വിജിലൻസ് സംഘം ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു. നഗരസഭാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച HMC കമ്മിറ്റിയാണ് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നിരിക്കെ ആശുപത്രിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അതത് ദിവസം പരിഹരിക്കണമെന്നിരിക്കെ മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള ഉത്തരവാദിത്വങ്ങളും കടമയും അറിയില്ലാത്ത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരാതി അയച്ചത് കൂട്ട ഉത്തരവാദിത്വം മറന്ന് ആശുപത്രിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുമെന്നും KA നവാസ് പറഞ്ഞു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സത്യത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ നിലവിൽ താളം തെറ്റിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗരസഭാ ഭരണകർത്താക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രൂപപ്പെട്ട പ്രതിസന്ധിയാണ് ഇപ്പോൾ നഗരസഭാ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭരണസമിതിക്ക് കീഴിലുള്ള ആശുപത്രിയിൽ പ്രതിസന്ധിയിലെത്തിക്കുന്നത്. ഇപ്പോൾ അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവിടെ HMC കമ്മിറ്റിയുടെ ചെയർമാൻ മുനിസിപ്പൽ ചെയർമാനും എക്സ് ഒഫീഷ്യോ ആയിട്ടുള്ള സെക്രട്ടറി എന്ന് പറയുന്നത് സൂപ്രണ്ടുമാണ്. എല്ലാ ദൈനംദിന ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളും ആലോചിച്ച് നടപ്പാക്കേണ്ടത് ചെയർമാനുമായ സൂപ്രണ്ടാണ്. എന്നാൽ ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ പക്ഷം അവിടെ അവരുമായി എല്ലാ ദിവസവും കാര്യങ്ങൾ ആലോചിച്ച് നടത്തണമെന്നുള്ളതാണ്. അത് നിയമപരമായി അംഗീകരിക്കപ്പെട്ട ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലല്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയച്ച പരാതിയിൽ പറയുന്ന ഗൗരവമുള്ള വിഷയങ്ങളാണ്. ആ ഗൗരവമുള്ള വിഷയങ്ങൾ പല HMC കമ്മിറ്റികളും ചർച്ച ചെയ്യുകയും അതിനെ തുടർന്ന് അവിടുന്ന് റിപ്പോർട്ടാക്കി സൂപ്രണ്ട് നഗരസഭയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നഗരസഭയാണത് ചെയ്യേണ്ടത്. സെപ്റ്റി ടാങ്കുമായി ബന്ധപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അവിടെ പല സ്ഥലങ്ങളിലായി സെപ്റ്റി ടാങ്കുകളുണ്ട് ഈ ആശുപത്രിയിൽ. ഓരോ ബിൽഡിങ്ങിനും ഓരോ സെപ്റ്റി ടാങ്കാണ്. 1500ഓളം OP രോഗികളും അല്ലാതെ തന്നെ IP പേഷ്യൻ്റ് തന്നെ 200-300ഓളം IP പേഷ്യൻറ്റുമുള്ള ഒരു ആശുപത്രിയാണ്. ഇത് പെട്ടെന്ന് നിറയാനും തുടർന്ന് അത് പുറത്തേക്ക് ഒഴുകാനുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള വിഷയങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് HMC കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അതിനെ തുടർന്ന് പുതിയ ടാങ്ക് ഉൾപ്പെടെ നിർമ്മിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്. ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നും KA നവാസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.